ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നോമ്പ് തുറയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഒന്ന് കാണാം. ഇന്ന് ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ആവശ്യമായ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് മുന്തിരിയാണ് കേട്ടോ, ജ്യൂസ് അടിക്കാനുള്ള വേവിച്ച് വെച്ചതാണ്. പിന്നെ ഇത് ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ച പച്ചക്കറിയാണ്. ബീഫ് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സവാളയും തക്കാളിയും ഒക്കെ വേവിക്കുകയാണ്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബീഫിൽ നമ്മൾ ആദ്യം കുരുമുളകും ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചത്. അത് ഇതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടുതലുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ വറ്റിച്ചെടുക്കും. ഇതിൽ കുറച്ച് പൊടികൾ കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചതാണ് എങ്കിലും കുറച്ചും കൂടെ കുരുമുളകിൻ്റെയും ഗരം മസാലയുടെയൊക്കെ കുറവുണ്ട്. അതും കൂടെ ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകപ്പൊടിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെള്ളം നന്നായി വറ്റി നല്ല ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ക്യാപ്സിക്കം കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വരും. ഇത് നമ്മുടെ സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടി ചിക്കന് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ആദ്യം വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഞങ്ങൾ കസും കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, കക്കിരി ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കനും മല്ലിയിലയും അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വെജിറ്റബിൾസൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണക്കടികളൊന്നും വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് ഓരോന്നിലും മയോണൈസ് ചേർത്തതിന് ശേഷം ഈ വെജിറ്റബിൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മയോണൈസ് വേറെ പാത്രത്തിലേക്ക് ഞങ്ങൾ ആക്കിയിട്ടില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ മിക്സിയിൽ നിന്ന് തന്നെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മയോണൈസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ നിരത്തി കൊടുക്കാം. കുറച്ചധികം ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത ഒരു ബ്രെഡും കൂടെ വെക്കുമ്പോൾ നമുക്കൊന്ന് അമർത്തി കൊടുത്താൽ മതി. നന്നായി പ്രസ്സായി നിന്നോളും. അടുത്ത ബ്രെഡിലും മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലും കുറച്ച് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഈ ബ്രെഡും കൂടെ കമഴ്ത്തി വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. അതേപോലെ ബാക്കിയുള്ളതും ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്താണിത് നമ്മുടെ ബിരിയാണിക്കുള്ള സവാള വഴറ്റിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ.
ഇത് ചെറിയൊരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യിടുന്ന സമയത്ത് ഒന്നായിട്ട് അതിലേക്ക് വീണ് പോയിട്ടോ, അതിങ്ങോട്ട് തന്നെ തിരിച്ചിട്ടെടുത്ത്. അപ്പോൾ കുറച്ച് നെയ്യ് പൊറ്റി കൊടുത്തതിന് ശേഷം ഓരോ ബ്രെഡും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം. ഇത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് ശ്രദ്ധിച്ച് വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ. അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. എണ്ണ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് മാത്രമേ ഞങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇത് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മുടെ ബിരിയാണി എന്തായി എന്ന് നോക്കാം. സവാളയൊക്കെ വഴറ്റി ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. മസാല ഏകദേശം റെഡിയായി. ഇതാ ബാക്കിയുള്ള സാൻഡ്വിച്ചും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പാൽവായ്ക്കയാണ് കേട്ടോ അത്. ഇതിൽ പാലൊക്കെ ഒഴിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം റെഡിയായി വിളമ്പാൻ തുടങ്ങി. ഓരോന്നൊറ്റേ നമ്മൾ ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജ്യൂസായിട്ടുള്ളത് മുന്തിരിയാണ്. മുന്തിരി വേവിച്ചിട്ട് അടിച്ചെടുത്തതാണ്. ഓരോരുത്തർ വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പത്തിരി ഉണ്ട് കേട്ടോ. പത്തിരിയും ബീഫും, ചമ്മന്തി, തൈര്, ബിരിയാണി, ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. വെള്ളം, ജ്യൂസും ഇവയാണ് എല്ലാവർക്കും കൂടുതലായിട്ട് വേണ്ടത്. ഇതാ ജ്യൂസ് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിരിയാണി ദമ്മിട്ട് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ടേബിളിലേക്ക് എത്തിയിട്ടില്ല. ബിരിയാണി ഇതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണി കഴിക്കുമ്പോൾ എപ്പോഴും ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. ഇത് ബാങ്ക് കൊടുക്കാൻ ടൈം റെഡി ആയപ്പം തന്നെയാണ് ഞങ്ങൾ ചോറൊക്കെ റെഡിയായി വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ബാങ്ക് കൊടുക്കാറായി. ഞങ്ങളെല്ലാം ഫുഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ കുട്ടികൾക്കൊക്കെ വേഗം വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഓക്കെ, ബായ്.